പിടിച്ച് ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങൾ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. അതിദാരുണമാ പീഡാസഹനങ്ങൾ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങൾ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ച് ജീവിതത്തിലെ മാരക പാപങ്ങൾ ഓർത്ത് ദൈവ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങൾ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങൾ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള മക്കളെ ആരെല്ലാം നിങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഓർത്ത് കർത്താവിന്റെ കരുണയ്ക്ക് പ്രാർത്ഥിച്ചു. ആരെല്ലാം ജീവിതം നമ്മൾ തകർത്തിട്ടുണ്ട് കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ച് മാപ്പോട്ടെ എല്ലാത്തിനും മാപ്പ്. യേശുയുടെ പീഡാസഹനം പിതാവേ ഞങ്ങളുടെ
ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങൾ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. ചേർന്ന് കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നാഥാ ക്ഷമിക്കേണമേ, നാഥാ പൊറുക്കേണമേ, നാഥാ ക്ഷമിക്കേണമേ, നാഥാ പൊറുക്കേണമേ. ഘോരമാമൻ പാപമെല്ലാം തിരിച്ചോരയാൻ കഴുകേണമേ, ഘോരമാവൻ പാപമെല്ലാം തിരിച്ചോരയാൻ കഴുകേണമേ. നാഥാ പൊറുക്കേണമേ, നാഥാ ക്ഷമിക്കേണമേ, നാഥാ പൊറുക്കണമേ, നാഥാ പൊറുക്കേണമേ, ക്ഷമിക്കണേ, നാഥാ ക്ഷമിക്കേണമേ. ഘോരമാവൻ പാപമെല്ലാം തിരുച്ചോരയാൻ കഴുകേണമേ. ഘോരമാവൻ പാപമെല്ലാം തിരുച്ചോരയാൻ കഴുകേണമേ. സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരുണ തോന്നണേ ഈശോയേ, കരുണ തോന്നണേ ഈശോയേ, കരുണ തോന്നണേ ഈശോയേ, കരുണ തോന്നണേ ഈശോ. കൈകൾ ഉയർത്തി. കരുണ തോന്നണേ ഈശോയേ, കരുണ തോന്നണേ ഈശോയേ, കരുണ തോന്നണേ ഈശോയേ, കരുണ തോന്നണേ ഈശോയേ. ഘോരമാമൻ പാപമെല്ലാം തിരിച്ചോരയാൻ കഴുകേണമേ. ഘോരമാവൻ പാപമെല്ലാം തിരുച്ചോരയാൻ കഴുകേ. കൈകൾ ഉയർത്തി വിരിച്ചു പിടിച്ച്
ഇന്ന് കരുണ കിട്ടണം. കരുണ കിട്ടാത്തവൻ തകർന്നു പോവുകയാണ്. എല്ലാ തെറ്റുകളോട് അനുദപിക്കുകയും ആത്മാവിനെ രക്ഷിച്ച് ആത്മരക്ഷയുടെ ശുശ്രൂഷയാണത്. സ്വന്തം ബുദ്ധിയെ ന്യായീകരിക്കരുത്. ബുദ്ധി കൊണ്ടിങ്ങനെ ചിന്തിച്ച് പാപത്തിൽ വേരുപിടിക്കരുത്. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പാപത്തെ വേരുപിടിപ്പിക്കരുത്. ബുദ്ധി ചിലപ്പോൾ പാപത്തിനുള്ളിൽ നിന്ന് പറിച്ചു കളയാതിരിക്കാൻ വേണ്ടി ബുദ്ധി പ്രവർത്തിക്കും, ചിന്തകൾ പ്രവർത്തിക്കും. സാത്താൻ മനുഷ്യന്റെ ബുദ്ധിയിൽ കയറിയിരുന്നു കൊണ്ട് ന്യായീകരണത്തിന്റെ വാക്കുകൾ പഠിപ്പിക്കും. ദൈവത്തിനെതിരെ, സഹോദരങ്ങൾക്കെതിരെ, നമുക്ക് തന്നെ എതിരെ രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളെ ഓർത്ത് മാപ്പ് പറയട്ടെ. പശ്ചാത്താപത്താൽ മനമുരുകി അങ്ങേ തിരുമുൻപിൽ നിന്നിടുന്നു. പാപാന്തകാരത്തിൽ നീറുമെൻ മാനസം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. പശ്ചാത്താപത്താൽ മനമുരുകി അങ്ങേ തിരുമുൻപിൽ നിന്നിടുന്നു. പാപാന്ധകാരത്തിൽ നീറുമെൻ മാനസം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. പശ്ചാത്താപത്താൽ മനമുരുകി അങ്ങേ തിരുമുൻപിൽ നിന്നിടുന്നു. പാപാന്ധകാരത്തിൽ നീറുമെൻ മാനസം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ശാന്തമായിട്ട് ഇരിക്കാം. ശാന്തമായിട്ടിരിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും. അവിടെ പ്രിയപ്പെട്ടവരെ, പാപകടം എന്നത് സഭയുടെ പഠനത്തിൻ്റെ ഏറ്റവും വലിയ, അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ചിലവൊക്കെ ചില ശുദ്ധീകരണ സ്ഥലത്തിൽ പോയി കഴിയുമ്പോൾ നമുക്ക് രക്ഷപ്പെടത്തില്ലേ? അവിടെയാണ് നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കണം. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളുടെ ആഴങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ ബുദ്ധി കൊണ്ട് നമ്മളെല്ലാത്തിനും ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കും. പ്രൈസലോഷ്. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളെല്ലാത്തിനും ഉത്തരം കണ്ടുപിടിക്കരുത്. ബൈബിളിൽ നൽകുന്ന ഉത്തരമേ നമ്മൾ സ്വീകരിക്കാം. പ്രൈസലോഷ്. അപ്പം എല്ലാവരുടെയും വിചാരം ദൈവം കരുണയുള്ളവനാ, ദൈവം ദയാലുവ. ദൈവം തീർച്ചയായിട്ടും 100% ദൈവം കരുണയുള്ളവനാണ്. 100 അല്ല 150% ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമായ ദൈവത്തിൻ്റെ കാരുണ്യം. യേശുവേ നന്ദി, യേശുവേ നന്ദി. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നാണ്, അതായത് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം ദൈവത്തിൻ്റെ കരുണ എപ്പോഴും അവരുടെ മേൽ വന്ന് നിറയുന്ന കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അവിടെ നമുക്കറിയാം ഇസ്രായേൽ ജനം ജെറീക്കോ ദേശം കോട്ട കൈവശമാക്കുമ്പോൾ റാഹാബ് എന്ന് പറയുന്നൊരു വേശ്യയെ, അവളുടെ വീടിനെ ഉപദ്രവിക്കേണ്ട ബാക്കി എല്ലാവരെയും തീർത്തുകൊണ്ട് കൊണ്ടുപോകുന്നു. ഈ റാഹാബിന് ആകെ ചെയ്തൊരു പുണ്യപ്രവൃത്തി, ഇസ്രായേൽ 2 പേരവിടെ ചെന്നപ്പോൾ അവിടുത്തെ രാജാവും ആളുകളും പറഞ്ഞ് ഇസ്രായേൽ 2 പേര് വന്നിട്ടുണ്ടെന്നറിഞ്ഞോടെ അവരെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ റാഹാബ് എന്ന് പറയുന്ന വേശ്യയാണ് അവളുടെ വീട്ടിൽ ഇവരെ ഒളിപ്പിച്ചതും രക്ഷിച്ചതും. പ്രൈസലോഷ്. അത്ര ഒറ്റ പുണ്യപ്രവൃത്തി അവളുടെ പാപത്തിന് പരിഹാരമായി. പ്രൈസലോഷ്. ദൈവജനത്തിന് അവൾ വിജാതീയാണ്, അവൾ വേറൊരു മതസ്ഥയാണ്. അവൾ അവിടുത്തെ നാട്ടുകാരത്തി. അപ്പം അവൾ ഈ ദൈവജനത്തിനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തത് മാത്രമേ.
ശത്രുക്കൾ ഉപദ്രവിക്കാമെന്നപ്പോൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അവളെ അതോടെ രക്ഷിക്കുന്ന കാണാൻ പറ്റും. പക്ഷെ അതോടെ ഇവളെയും ഇവരുടെ കൂട്ടത്തിൽ ഇവർ കൊണ്ടുപോകും. അവൾ വിശുദ്ധയായിട്ട് മാറുക. അവൾ വന്നിട്ട് ദൈവപ്രമാണങ്ങളനുസരിച്ച് കൊണ്ട് വിശുദ്ധിയുടെ പാതയിലൂടെ അവൾ മുന്നേറുന്നതായിട്ടാണ് പിന്നെ നമ്മൾ കാണുക. പ്രസ്ലോഷ്. അങ്ങനെയാണ് റാഹാബ് പോലും ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്ന കാണാൻ പറ്റും. പ്രസ്ലോഷ്. പക്ഷേ അവിടെ ജെറിക്കോ നിവാസികൾക്ക് അത് കിട്ടുന്നില്ല. പ്രസ്ലോഷ്. കിട്ടുന്നത് ഈ മാനസാന്തരപ്പെടുന്നവർ, തിരിച്ചു വരുന്നത് വേശ്യയായാലും ആരായാലും ദൈവത്തിൻ്റെ കരുണ കിട്ടുന്നതും രക്ഷ പ്രാപിക്കുന്നതും കാണാൻ പറ്റും. പ്രസ്ലോഷ്. അപ്പം ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്. അത് ആർക്കും മാറ്റി വെക്കാൻ പറ്റും. അല്ലാണ്ട് ദൈവം ആരും മനഃപൂർവ്വം ദൈവം ശിക്ഷിക്കുകയോ ഉപദ്രവിക്കുകയോ ഒരിക്കലും. ഒരുവൻ അതിൽ ഈ നല്ല കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ്റെ മരണത്തിൻ്റെ അവസാന സമയത്ത് അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ, അങ്ങ് രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണം. അത് മാത്രമേ എന്നെ ഓർക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നീ അങ്ങ് സ്വർഗത്തിലിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമെമ്പോൾ അവന് കൊടുത്ത മറുപടി അങ്ങനെയല്ല, നീ ഇന്ന് എന്നോട് കൂടെ പർദീസായിൽ ആയിരിക്കും. പ്രസ്ലോഷ്. അനുദപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും സ്വപ്നം കാണുന്നതിനേക്കാളും വലിയ അനുഗ്രഹങ്ങൾ തരുന്നവനാണ് നമ്മുടെ ദൈവം. പ്രസ്ലോഷ്. നമ്മൾ പശ്ചാത്തപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളുടെ അളവ് നമുക്ക് നിർണ്ണയിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അഗസ്തീനോസ് മദ്യപാനത്തിലും വ്യഭിചാരത്തിലും വളർച്ചതയിലും കഴിഞ്ഞവനായ വ്യക്തി മാനസാന്തരപ്പെട്ടപ്പോൾ, അവൻ അനുദപിച്ചപ്പോൾ അവന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ അളവ് അവന് തന്നെ വർണ്ണിക്കാൻ പറ്റുന്നില്ല. അവിടെ പശ്ചാത്തപിക്കുന്ന പാപിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ അളവ്, അഭിഷേകങ്ങളുടെ അളവ്, ദൈവസ്നേഹത്തിൻ്റെ അളവ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കോടാനുകോടി മുകളിലായിരിക്കും. അതുകൊണ്ടാണ് യെശയ്യാ 55:9-10 വചനം പറയും, മനുഷ്യൻ നിങ്ങളുടെ ചിന്തകൾ എൻ്റേതുപോലല്ല, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും പദ്ധതികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പ്രസ്ലോഷ്. ഹല്ലേലൂയ. അനുദപിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അതാണ് ദൈവത്തിന്റെ കരുണയുടെ അളവ്. ഇപ്പൊ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അവന്റെ വിചാരമിരിക്കുന്നത് പരമാവധി ദൈവത്തിന്റെ കരുണ കിട്ടാൻ പോകുന്നത് എന്നെ അവിടെ പ്രവേശിപ്പിച്ച വീട്ടിൽ ഒരു ദാസനാക്കി സ്വീകരിക്കും. പ്രസ്ലോഷ്. അത്രയെങ്കിലും കരുണ കിട്ടാൻ വേണ്ടി അതാണ് അവന്റെ വിചാരത്തിരിക്കുന്നത്. ദൈവം അത്രേ കരുണ കാണിക്കുള്ളൂ. എൻ്റെ അപ്പൻ നല്ലൊരു അപ്പനായതുകൊണ്ട് എന്നെ ഓടിക്കില്ലായിരിക്കും. എനിക്ക് മകനായിട്ട് അവിടെ തുടരാൻ പറ്റില്ലെങ്കിലും ആ ജോലിക്കാരുടെ കൂടെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയുള്ളൊരു കരുണയാണ് അവൻ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നത്. എങ്കിൽ ദൈവം കൊടുക്കുന്നതല്ല. ദൈവം കൊടുക്കുന്ന അവന് പോലും വിചാരിക്കാനോ സ്വപ്നം കൊണ്ട് കാണാനോ പറ്റാത്തതിനപ്പുറമുള്ള ദൈവത്തിൻ്റെ കരുണയാണ് അവന് കിട്ടിയത്. പ്രൈസ്. അവനെ മകനായിട്ട് സ്വീകരിക്കുന്നു. അവന് വിശിഷ്ട വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കുന്നു. അവൻ്റെ കൈകളിൽ മോതിരം കൊടുക്കുന്നു, കാലുകളിൽ ചെരുപ്പണിയിക്കുന്നു. അവനെ അങ്ങ് ഉയർത്തുന്നതിന് കൈയും കണക്കില്ല. അതുപോലെ അനുഗ്രഹിക്കുന്ന കാണാൻ പറ്റും. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുന്നു, ആർഭാടമായി വിരുന്നൊരുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. നമ്മുടെ വിചാരം കരുണയുടെ അളവിരിക്കുന്നത് ഇതല്ല. പശ്ചാത്തപിക്കുന്ന പാപിക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ കരുണയുടെ അളവ് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും കോടാന കൂടി അപ്പുറത്ത. പ്രൈസ്. പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി. പക്ഷെ ഒരു പ്രത്യേകത, തിരിച്ചു വരുമ്പോഴേ അത് കിട്ടുന്നുള്ളൂ. തിരിച്ചു വരുന്നവനാണ് കിട്ടുന്നത്. തിരിച്ചു വരാതെ ദൈവം കാരുണ്യവാനാ, ദയവുള്ളവനാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവന് കിട്ടുന്നില്ല. പാപത്തിൽ തന്നെ തുടരുന്നവന് കിട്ടുന്നില്ല. മദ്യപാനത്തിലും പുകവലിലും മയക്കുമരുന്നിലും കഴിയുന്നവനത് കിട്ടുന്നില്ല. വ്യഭിചാരത്തിലും സ്വയംഭോഗത്തിലും അവിഹിത ബന്ധങ്ങളും കഴിയുന്നവനത് കിട്ടുന്നില്ല. മന്ത്രവാദത്തിലും കൂടോത്രത്തിലും അന്ധവിശ്വാസങ്ങളിലും ഒഴുകിക്കഴിയുന്നവൻ അത് കിട്ടുന്നില്ല. അവിടുന്ന് തിരിച്ചു വരുന്നവന് കോട് കാണിക്കുന്ന കരുണ അത് അനന്തമാണ്. പ്രൈസ്. അവിടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമായിട്ടല്ല, രക്ഷിക്കുന്ന. കാരണം ദൈവം രക്ഷിക്കുന്നവനാ, രക്ഷപ്പെടുത്തുക. ഒരാൾ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുക. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരാൾ പോലും നശിച്ചു പോകാൻ സ്വർഗസ്ഥനായ പിതാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മടങ്ങി വരുന്നവൻ ചിന്തിക്കരുത്, വന്ന് തിരിച്ച് മനസ്സാന്തരപ്പെട്ടാൽ ധൂർത്തപുത്രൻ ചിന്തിച്ച പോലെ, പിതാവേ, സ്വർഗത്തിനെതിരെയും അങ്ങേക്കെതിരെയും ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. എങ്കിലും
അങ്ങയുടെ ഭവനത്തിൽ ഒരു ദാസനായിട്ട്, ഒരു ഭൃത്യനായിട്ട് എന്നെ സ്വീകരിക്കണം. അവൻ കാണുന്ന ദൈവത്തിൻ്റെ കരുണയുടെ അളവ് അത്രയേ ഉള്ളൂ. അവൻ്റെ പാപത്തിൻ്റെ അളവ് വെച്ച് നോക്കിയപ്പോൾ അവന് മനസ്സിലാകുന്നത് എനിക്ക് ഇത്രേ കിട്ടുള്ളൂ, അതെങ്കിലും അത് കിട്ടിയാൽ മതി, അത്രേ ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലുക. പക്ഷെ അതൊന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയുടെ അളവ് അതല്ല. ദൈവത്തിൻ്റെ കരുണയുടെ അളവ് സ്വർഗം മുഴുവൻ അവന് കൊടുക്കുന്നതാണ്. ദൈവത്തിൻ്റെ കരുണയുടെ അളവ് പ്രൈസ് ദി ലോർഡ്. സ്വർഗം മുഴുവനും അവന് തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ഇത് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ അനുദപിക്കുകയും പശ്ചാത്തപിക്കുകയും പാപത്തെയും പാപസാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുകയും ഞാൻ തിരിച്ചു വരാൻ ഞാൻ തയ്യാറാകുകയും എൻ്റെ കർത്താവായ യേശുവിനെ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായിട്ട് ഞാൻ അംഗീകരിക്കുകയും എളിമപ്പെടുകയും സഹോദരങ്ങളെ സ്നേഹിക്കുകയും എല്ലാവർക്കും നന്മ ചെയ്യുകയും എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ മനോഭാവത്തിലേക്ക് നാം വളർന്നു വന്ന് കഴിയുമ്പോൾ ഈ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാനായിട്ട് സാധിക്കുക. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പോരാ, ആമേൻ. ഇന്നിവിടെ വന്നിരിക്കുന്ന 10,000-കണക്കിന് ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കരുണയുടെ മുഴുവൻ അളവും നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ കർത്താവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരണം. ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ മുഴുവൻ അളവ്, മുഴുവൻ അളവിൽ സ്വന്തമാക്കണം. മുഴുവൻ അളവിലും സ്വന്തമാക്കണം. അപ്പം അതിനുവേണ്ടി നമ്മുടെ ഹൃദയവും മനസ്സും ജീവിതവും മുഴുവൻ കർത്താവിന് മേൽ തുറന്നു കൊടുക്കണം. അപ്പോൾ മാനസാന്തരം. അതുകൊണ്ട് ചില പാപത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന നഷ്ടത്തെക്കുറിച്ചുള്ള ബോധം വേണം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ചില പണത്തെയും കള്ളത്തരത്തിലുണ്ടാക്കുന്ന പണത്തെയും മുറുകെ പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്തിനെക്കുറിച്ചാ? നഷ്ടത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ വേണം. ചില സുഖബന്ധങ്ങള് താലോലിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്ന സ്വർഗഭാഗ്യം. ചില തടക്കദോഷങ്ങള് സ്നേഹിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്ന സ്വർഗീയ അനുഭവം. ചില ലൗകിക സുഖങ്ങൾ, ഇന്നല്ലേ നാളെ പൊലിഞ്ഞു പോകുന്ന സുഖങ്ങള് ഞാൻ തേടുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ അളവ് എനിക്ക് ബോധ്യത്തിലുണ്ടാകണം. യേശുവേ നന്ദി. സഹോദരനെ സ്നേഹിക്കാതൊക്കെ പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ അളവ്, ചെറിയൊരു വിട്ടുവീഴ്ച നടത്തിയാൽ കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ അളവ് എത്രയോ കോടാനുകോടി അനുഗ്രഹം. അതാണ് പ്രാപിക്കാൻ നമ്മൾ ഒരുങ്ങേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. സ്തുതിച്ചേ, 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 സ്തുതിച്ചേ. കെട്ടുകൾ അടിയട്ടെ, ബന്ധങ്ങൾ അടിയട്ടെ, 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 അടിയട്ടെ. ആമേൻ, ആമേൻ. അതുകൊണ്ട് കരുണയുടെ വർഷം, ഈ കരുണയുടെ വർഷം ദൈവം നമുക്ക് വേണ്ടി കരുണയുടെ വാതിൽ തുറന്നിട്ട് കഴിയുമ്പോൾ, ആ കരുണയുടെ വാതിലൂടെ കയറുമ്പോൾ ഈ ഒരു അനുഭവം നമുക്കുണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായ പശ്ചാത്താപവും മനസാന്തരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നല്ല കുമ്പസാരം നടത്തിക്കൊണ്ട് ഇത് 20-ാം തീയതി വരെ സഭ നമുക്ക് ഇതിൽ പൂർണ്ണതയുടെ മോചനം വലിയൊരു അനുഭവമാണ്. അതായത് സഭയ്ക്ക് ദൈവം കുറേ കൃപകൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൃപ, സഭയിലേക്ക് അധികാരം അവർക്ക് എടുത്തു കൊടുക്കാം. അതാണ് ഈശോയുടെ കാൽവരി ബലിയിലൂടെ ഒരുക്കിയിരിക്കുന്ന രക്ഷ. നമ്മളതൊരു ജലമെന്ന് പറയാം. ഒരു വലിയ പാത്രം നിറച്ച ജലം, അത് കൃപയുടെ രക്ഷ. ഇതെടുത്തിട്ട് സഭയ്ക്കത് കാലാകാലങ്ങളിൽ ദൈവജനത്തിന് അത് പകരാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് കൊടുക്കുക, സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു രക്ഷയാണത്. ഹല്ലേലൂയാ. അതാണ് കൃപ, സൗജന്യമായ രക്ഷ. ആ രക്ഷ കൊടുക്കുക. അപ്പൊ ആ രക്ഷ നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഈ വർഷം കോരിക്കൊടുക്കുകയാണ് തന്നെ. അപ്പോൾ പാപകടങ്ങൾക്ക് മോചനം. ഇപ്പൊ നമ്മൾ 100 കണക്കിന് വർഷം ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ട ചിലപ്പോൾ പാപത്തിൻ്റെ കടങ്ങൾ ചിലപ്പോൾ ഇരൊറ്റ കർമ്മത്തിലൂടെ സഭയോട് വിധേയപ്പെട്ടുകൊണ്ട്, സഭയോട് അനുസരണപ്പെട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഈ കർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് അത് പകർന്നു കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇത് സഭയുടെ ഒരു വലിയൊരു ദൗത്യമാണ്. ക്രിസ്തു സഭയ്ക്ക് നൽകുന്ന അനുഗ്രഹം. പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് എന്ത് കാണിച്ചാൽ ദൈവത്തിൻ്റെ കരുണയുടെ ഈ വർഷം നമുക്ക് നന്നായിട്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷ പ്രാപിക്കണം. അങ്ങനെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യ നിർബന്ധങ്ങൾ കൊണ്ടോ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നമുക്ക് മോചനം വാങ്ങിച്ചെടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ നന്മ പ്രവർത്തികൾ, ഒരുപാട് കരുണയുടെ പ്രവർത്തികൾ ചെയ്യണം. സ്വരവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു 10-15 ദിവസം കൂടെ ഉള്ളൂ. ഈ 15 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കരുണ കാണിക്കുക.
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും എല്ലാവരോടും കരുണ കാണിക്കുക. നമ്മൾ മുഖാന്തരം വേദനിക്കുന്ന എല്ലാവരോടും കാണിക്കാൻ പറ്റുമോ? നമ്മൾ മുഖാന്തരം വേദനിക്കുന്ന എല്ലാവരോടും കരുണ കാണിക്കും. നിങ്ങൾ ചില ആളുകൾ നിങ്ങൾ സംസാരിക്കാതെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വേർപെടുത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരുണ കാണിക്കുക. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരോടും കരുണ. അപ്പനോട് മക്കൾ കരുണ കാണിക്കുക, മക്കളോട് അപ്പനും അമ്മയും കരുണ കാണിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ കരുണയുടെ അർത്ഥം നമ്മൾ തിന്മ അനുകൂലിക്കുക എന്നല്ല. തിന്മ അനുകൂലിക്കുക. യേശുവേ നന്ദി, യേശുവേ നന്ദി. തിന്മയ്ക്കെതിരെ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കും. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യും. പാപത്തെ സ്നേഹിക്കണം, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കണം. അതാണ് നമ്മൾ പാപിയെ സ്നേഹിക്കുന്ന അത്. പക്ഷെ പാപത്തെ അനുകൂലിക്കാൻ ഒരിക്കലും നമുക്കാവില്ല. ഹല്ലേലൂയാ, യേശുവേ നന്ദി. അയൽക്കാരോട് കരുണ കാണിക്കണം, രോഗികളോട് കരുണ കാണിക്കണം, വെറുപ്പും വിദ്വേഷമുള്ളവരോട് നമുക്കൊരു അപവാദം പറയുന്നതോട് കരുണ കാണിക്കണം. നമ്മൾ ആരെക്കുറിച്ചെങ്കിലും നുണ പറഞ്ഞ് പരത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവരെക്കുറിച്ച് എന്ത് പറയണം? സത്യം പറഞ്ഞ് അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ എല്ലാവരും കരുണ കാണിക്കുക, വിട്ടുവീഴ്ച നടത്തുക, ക്ഷമിച്ചു കൊടുക്കുക, താഴ്മയോടെ നിൽക്കുക. അങ്ങനെ കരുണ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കും. യേശുവേ നന്ദി. രണ്ട് കാര്യം പറഞ്ഞ് ഹല്ലേലൂയാ. കരുണ കാണിക്കും. കരുണ പ്രവർത്തികൾ ഈ ദിവസങ്ങളൊക്കെ പാവപ്പെട്ടവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കും. പ്രാശ്ചിത പ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു അനുഗ്രഹം. ഈ വർഷം നമ്മളും കരുണ കൊടുത്തെന്ന് പറയാൻ കുറെ കാര്യങ്ങൾ വേണം. ഈ കരുണയുടെ വർഷത്തില് ഞാൻ ഇന്ന മേഖലയില് കരുണ കൊടുത്തു എന്ന് പറയാൻ നിനക്ക് കാണണം. ഇന്ന മേഖലകളിൽ ഞാൻ കരുണ കൊടുത്തു എന്ന് പറയാൻ എനിക്ക് പീഡിപ്പിച്ചില്ല, ഞാൻ കരുണ കൊടുത്തു. അത് വെച്ചാൽ അതൊന്നും ചെയ്യാൻ, അത് ചിലപ്പോൾ സഹനമുണ്ടാകും, വേദനയുണ്ടാകും, ദുഃഖമുണ്ടാകും, പ്രശ്നങ്ങൾ, അതെല്ലാം സഹിച്ചുകൊണ്ട് കരുണ കൊടുക്കണം. കരുണ കൊടുത്താൽ നമുക്ക് അതിൻ്റെതായ ഫലം ലഭിക്കാൻ പറ്റും. ഹല്ലേലൂയാ. കൈയടിച്ച ദൈവത്തിന്റെ മക്കൾ പോര 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 ഒറ്റ വിളി കരമെത്തി. ഈശോയേ, യേശുവേ, യേശുവേ, യേശുവേ. ആമേൻ. ഏറ്റവും നമ്മളോട് വെറുപ്പും പകയുള്ള ആളുകൾ, ഇപ്പം നമ്മൾ അച്ഛന്മാരോട് വെറുപ്പുണ്ടെങ്കിൽ അത് കരുണ കൊടുക്കണം. സഭയോട് കരുണ കാണിക്കണം, വൈദ്യരോട് കരുണ കൊടുക്കണം, സിസ്റ്റേഴ്സിന് കരുണ കൊടുക്കണം. നമ്മൾ ആരെങ്കിലും തകർക്കുന്നുണ്ടെങ്കിൽ അവരോട് കരുണ കാണിക്കണം. നമ്മുടെ ചുറ്റുമുള്ള മുഴുവൻ കരുണ കൊടുക്കണം. നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരോട് കരുണ കാണിക്കണം. എല്ലാവരും കരുണ കൊടുക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കരുണ നമ്മളിലൂടെ നോടുകട്ടെ. ഹല്ലേലൂയാ. രോഗികളോട് കരുണ കാണിക്കണം, സഹായിക്കണം. നമ്മുടെ കയ്യിൽ പണമൊക്കെ എടുത്ത് കൊടുക്കണം, വസ്ത്രമൊക്കെ നല്ല വസ്ത്രങ്ങളെടുത്ത് വേദനിക്കുന്നവന് കൊടുക്കണം. അങ്ങനെ കരുണ വാങ്ങിക്കുക. അങ്ങനെ കരുണയുള്ളൊരു ഹൃദയം ഉണ്ടാകട്ടെ, കരുണ നിറഞ്ഞ ഹൃദയം. എല്ലാവരും രോഗികളോടും, ആരും കുറ്റപ്പെടുത്താം, പാപികളോട് പോലും കരുണ കാണിക്കുക. ഞാൻ പറഞ്ഞില്ല, പാപത്തെ വെറുക്കുകയും പാപയെ സ്നേഹിക്കുക. ഹല്ലേലൂയാ. പാപത്തെ വെറുക്കുകയും പാപയെ സ്നേഹിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ കരുണ കാണിക്കുക. അങ്ങനെ കരുണ കാണിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കരുണ കിട്ടും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട്. കടങ്ങൾ വേറെ, പാപം രണ്ടും രണ്ടുണ്ട്. പാപവും വേറെ, രണ്ട്. എല്ലാവരും പാപവും കടം രണ്ടും രണ്ടാണ്. കടങ്ങളും പാപങ്ങളും മോചിക്കണം. പാപത്തിന്റെ കോൺസിക്വൻസ് ആണ് കടങ്ങൾ. പാപത്തിന്റെ കടങ്ങൾ കിടക്കും, അപ്പൊ അത് മാറ്റപ്പെടണം. അവിടെ അമ്മ ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്യുമ്പോൾ പാപകടം കിടക്കും. ആ പാപകടം മാറ്റാൻ അമ്മക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ സഹായിക്കാൻ തീരുമാനമെടുക്കണം. ആ കുഞ്ഞിന്റെ ജീവിതം പഠിപ്പിക്കാൻ പാവപ്പെട്ട ഒരു അനാഥ മന്ദിരത്തിലുള്ള കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുക. പാപ കടം തീർക്കുന്ന, അങ്ങനെ കടങ്ങൾ വീട്ടണം. ഓരോന്നിനും കടങ്ങൾ വീട്ടണം. ഓരോ തെറ്റിനും തക്കതായ പ്രാശ്ചിത്തവും
പരിഹാരവും ചെയ്യാം. യേശുവേ നന്ദി. മദ്യപാനമൊക്കെ നടത്തുന്ന വ്യക്തി അത് ഉപേക്ഷിക്കുക മാത്രം ചെയ്താൽ പോരാ, മദ്യപാനത്തിൽ മുഴുകി കഴിയുന്നവരെ. അതുകൊണ്ട് പലപ്പോഴും പല പാപം വിട്ടുപോകാത്തത് പാപകടം കിടക്കുന്നുണ്ട്. പാപകടം വീട്ടപ്പെട്ടാലേ പാപം വിട്ടുപോകും. അപ്പൊ അതുമൂലം ഉണ്ടായിരിക്കുന്ന നാശങ്ങൾ, ഞാൻ ചെയ്ത പാപപ്രവൃത്തി മൂലം നടന്ന നാശങ്ങൾ, അതിന് തക്കതായ പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, ആരാധന. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ആമേൻ. സർവ്വ യേശുവേ നന്ദി. എപ്പോഴും ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. എന്തായാലും ഈ വചനത്തിന്റെ ഉള്ളടക്കം പറയാൻ പോവുക. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും കുടുംബ ജീവിതക്കാരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ അപ്പന്മാരും അമ്മമാരും മക്കളെ കുറിച്ച് സ്വപ്നം കാണും. മക്കളെക്കുറിച്ച് സ്വപ്നം കാണും. അവന് വീടുണ്ടാകണം, അവന് ജോലി ഉണ്ടാകണം, അവന് വിദേശത്ത് കൊണ്ടുപോകണം, അല്ല അവന് വിദ്യാഭ്യാസം ഒത്തിരി നേടിയെടുക്കണം, അവന് പെരുമുണ്ടാകണം, അവന് വലിയ ആളാകണം, അവന് വലിയൊരു കല്യാണം വിവാഹം നടത്തണം. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ കുറിച്ച് കാണാറുള്ള. പ്രശ്നം നിങ്ങൾ കാണുന്ന രക്ഷ എപ്പോഴും വെറും ഭൗതികമായ രക്ഷയാണ്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആഗ്രഹം വേറൊന്നുമില്ല. അത് ഇന്നല്ലേ നാളെ തീർന്നു പോകുന്ന ഒരു പേരിന് വേണ്ടിയാണ് നിങ്ങൾ മക്കളെ പലപ്പോഴും വളർത്തുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം. ഇന്നല്ലെങ്കിൽ നാളെ പൊലിഞ്ഞു പോകുന്ന ഒരു പേരിന് വേണ്ടി, ഒരു നീർക്കുമിള പോലത്തെ, അല്ലെങ്കിൽ ഒരു ഒരു ബലൂണ് പോലെ. ഇതിനു വേണ്ടിയാണ് വീർത്തിരിക്കുന്ന ബലൂൺ, വലിയ ബലൂൺ, അത്രേ ഉള്ളൂ. ചെറിയ ബലൂണ്, മുഴുത്ത ബലൂണ്, ഇത്ര വലിയ ബലൂണ്, അതുപോലത്തെ ഒന്നും ആരും മാത്രമേ. കാരണം ഇന്നല്ലേ അവന് രോഗം വന്നാൽ അവൻ എഞ്ചിനീയറാന്ന് പറഞ്ഞാൽ അതോടെ പൊട്ടിപ്പോയില്ലേ. അവൻ എഞ്ചിനീയറാണ്, വലിയൊരു ബലൂണാണ്, പക്ഷെ അതിന് ഒരു രോഗം വന്നാൽ അത് പൊട്ടിപ്പോവും. ഡോക്ടറാണ്, അവനൊരു ബലൂണാണ്, അവനൊരു രോഗം വന്നാൽ, ഒരു അപകടം വന്നാൽ ആ ബലൂണും പൊട്ടും. അത്രേ ഉള്ളൂ ലോകത്തിന്റെ പേരും. അതിനുവേണ്ടിയാണ് നിങ്ങൾ സ്വപ്നങ്ങളെല്ലാം കാണുന്നത്. എല്ലാം നേട്ടം, അത് ആരോഗ്യം എല്ലാം കാണും. പണക്കാരനാണ് അവൻ, പണമെന്ന് പറഞ്ഞ വലിയൊരു ബലൂണ്, വലിയ ബലൂണ് വെച്ചുകൊണ്ട് പോവുക. അപ്പോഴാണ് അവന്റെ കണക്കൂട്ടലുകൾ എവിടെ തെറ്റും. ഉറപ്പാണ്. ഇന്നേ വരെ എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ കച്ചവടക്കാർക്കും കണക്കുകൂട്ട് തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തെറ്റും. ഈ ഭൂമിയിൽ കണക്കുകൂട്ട് തെറ്റാത്ത ഒരു ആരുമില്ല. അപ്പോൾ അവനാകുന്ന ബലൂൺ ഒരു ദിവസം പൊട്ടിപ്പോയി. അപ്പൊ ഈ ലോകത്തിന്റെ ചില പേരും പെരുമയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ. അതാണ് നിങ്ങളുടെ സങ്കടത്തിനും കാരണം. ഈ ബലൂണ് പറപ്പിക്കുക, ഇതുമാണ് ജീവിതത്തിൽ എല്ലാവരുടെയും ചിന്താഗതി. എന്നാൽ ദൈവത്തിന്റെ ലക്ഷ്യം അതല്ല. ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ ദൈവം എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ ദൈവം ലക്ഷ്യമാക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, അവൻ്റെ ആത്മാവിനെ മാത്രം. അവൻ്റെ ആത്മാവിനെ ഏറ്റവും കൂടുതൽ പരിശുദ്ധി കൊണ്ട് നിറച്ച് സ്വർഗത്തിൽ എത്തിക്കുക, തൻ്റെ ഭവനത്തിൽ തിരിച്ചെത്തിക്കുക. അത് മാത്രമാണ് ദൈവപിതാവിൻ്റെ ആഗ്രഹം. ആത്മാവിനെ നിർമ്മലമാക്കി സ്വർഗത്തിലെത്തിക്കുക. അതാണ്. അപ്പൊ ദൈവം ഒരു മനുഷ്യൻ നോക്കുമ്പോൾ അവന്റെ പേരോ പെരുമയോ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും നോക്കില്ല. ദൈവം നോക്കുന്ന അവന്റെ ആത്മാവ് വിശുദ്ധിയിലാണോ, പുണ്യത്തിലാണോ, കൃപയിലാണോ, അത് മാത്രമേ ദൈവം നോക്കൂ. അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം, വലിയ വീട്ടിൽ പറഞ്ഞാണോ, ചെറിയ വീട്ടിൽ പറഞ്ഞാണോ, ദാരിദ്ര്യ കുടുംബത്തിൽ പറഞ്ഞാണോ, കൊട്ടാരത്തിൽ പറഞ്ഞാണോ, കാറുണ്ടോ, ജീപ്പുണ്ടോ, ബസ്സുണ്ടോ, ഇതൊന്നും ദൈവം നോക്കില്ല. ദൈവത്തിന്റെ കണ്ണിൽ ആ നോട്ടമില്ല. ദൈവം നോക്കുന്നത്, ദൈവം ഒരുവന്റെ വലിപ്പം കാണുന്നത് അവന്റെ ആത്മാവിന്റെ വിശുദ്ധിയാണ്.
ഈ കൂട്ടായ്മയിൽ ഏറ്റവും വലിയ ആളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധിയുള്ള ആള്, ആ ആളാണ് ഏറ്റവും വലിയ ആളായിട്ട് ദൈവം പരിഗണിക്കുന്നത്. അല്ല, വേറെ ആരെയും ദൈവം പരിഗണിക്കുന്നില്ല, ഗ്രഹിക്ക് നോക്കുന്ന പോലില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിശുദ്ധിയുള്ള വ്യക്തി ആരാണ്? വിശുദ്ധിയുള്ള വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, പുണ്യം ചെയ്യുന്ന വ്യക്തി, തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന വ്യക്തി, സഹിക്കുന്ന വ്യക്തി, പ്രാർത്ഥിക്കുന്ന വ്യക്തി, മറ്റുള്ളവരുടെ വേദനകളിൽ അവരെ സഹായിക്കുന്ന വ്യക്തി, അവരെ രക്ഷിക്കുന്ന വ്യക്തി, ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിക്കുന്ന വ്യക്തി, യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തി, എല്ലാം ഈശോ. അങ്ങനെ വിശുദ്ധിയുള്ള, അല്ലെ നമ്മുടെ സഭയിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇത് 10,000 ലക്ഷക്കണക്കിന് ദൈവജനമുള്ള കൂട്ടായ്മ, ഇത് വലിയവരായിട്ട് ദൈവം ഉയർത്തിയത്, സഭ ഉയർത്തിയത് അൽഫോൻസാമെ, അല്ലെങ്കിൽ കൊച്ചുറൂസേപ്പുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് അവരാണ്. അവർ ലോകദൃഷ്ടിയിൽ നിങ്ങൾ നോക്കുന്ന യാതൊന്നും അവർക്കില്ല. നിങ്ങൾ വലുതെന്ന് പറയുന്ന യാതൊരു വലിപ്പങ്ങൾ അവർക്കില്ല. ഭൗതിക വസ്തുക്കളില്ല, പേരില്ല, പെരുമയില്ല, പ്രശസ്തിയില്ല, ആർഭാടമില്ല, ആർഭാടമായ സാഹചര്യമില്ല. പക്ഷേ അവരിന്ന് വലിയവരാണ്. അവരാണ് വലിയവര്. വിശുദ്ധിയാണ് വലിപ്പം. അതുകൊണ്ട് സഭയിൽ ഏറ്റവും വലിപ്പമുള്ളത് ആർക്കാണെന്ന് വെച്ചാൽ വിശുദ്ധിയുള്ള വ്യക്തികൾ, വിശുദ്ധർക്കാണ്. ബാക്കിയെല്ലാം ചെറിയവരാണ്. പാപം കൂടിയിരിക്കുന്ന ചെറിയവരാണ്. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ഒരു കാര്യം നിങ്ങളുടെ മനസ്സ് സൂക്ഷിച്ചോണം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നമ്മുടെ കണ്ണുകളെ കുറിച്ച് പഠിക്കണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ കണ്ണിനെ കുറിച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ശരീരത്തിൽ ഏറ്റവും വിശപ്പുള്ള അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണാണ്. ഏറ്റവും കൂടെ വിശപ്പുള്ള അവയവം അത് കണ്ണാണ്. കാരണം എന്താ? കാണുന്നതെല്ലാം വേണം, കാണുന്നതെല്ലാം വേണം, നോക്കുന്നതെല്ലാം വേണം, എന്ത് കണ്ടാലും വേണം. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും വിശപ്പുള്ള അവയവം കണ്ണാണ്. കണ്ണിന്റെ ദാഹം വിശപ്പാണ്. നോക്കുന്ന എന്തും വേണം. ഇഷ്ടപ്പെട്ടു, ഒരു കടയിൽ കയറി കണ്ടത് അവന്റെ കണ്ണിന്റെ ദാഹം, അത് തീർക്കാൻ വേണ്ടിയാണ് മേടിക്കുന്നത്. ഏറ്റവും വലിയ ദാഹം കണ്ണിനാണ്, ഏറ്റവും വലിയ വിശപ്പ് കണ്ണിനാണ്. അപ്പൊ അത് നോക്കിയ എന്തു കണ്ടു? സൗന്ദര്യം നോക്കി, ആഡംബരം നോക്കി, വണ്ടി നോക്കി. ഈ കണ്ണിനാണ് ദാഹം, ഇതിന്റെ വിശപ്പ്. ഇത് തീർക്കാൻ വേണ്ടി മനുഷ്യൻ എന്തേലും നോക്കിയാലും ഇതിന്റെ വിശപ്പ് തീരുകയാണ്. കാഴ്ച പോയാലേ വിശപ്പ് തീരുള്ളൂ. ഈ കാഴ്ചയാണ് അവന്റെ വിശപ്പിന്റെ. അതവനെ ഒരുപാട് ദുരന്തങ്ങൾ കൊണ്ട് എത്തിക്കും, കടബാധ്യതക്കാരനാക്കും, അവിഹിത ബന്ധമുള്ളവനാക്കും, പാപത്തിന്റെ കൂട്ടുകെട്ടിൽപ്പെടുത്തും. ഇതെല്ലാം കണ്ണുകൊണ്ടേ ആക്കുന്നത്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. കണ്ണിനാണ്. അപ്പൊ അത് നോക്കുന്നത് ഒരാവശ്യമില്ല. കളർ മുഴുവൻ നോക്കുന്നത് ഈ കണ്ണിന്റെ ആവശ്യമാണ്. കളറുകളെ നോക്കുന്നത് കണ്ണിന്റെ ആവശ്യമാണ്. വെറും ഒന്നുമില്ല, ഒരർത്ഥമില്ലാത്തത്. ആഗ്രഹിക്കുക, ആഗ്രഹം കെട്ടിക്കൊണ്ടുവരിക. അതാണ് കണ്ണുകൾക്ക് നിയന്ത്രണമുള്ള. എല്ലാം കാണാൻ പോകുന്നവൻ എല്ലാ ദുരന്തങ്ങളിലും പോയി വീഴും. കണ്ണിന്റെ വിശപ്പത. കണ്ണിന് നോ പറയാൻ അറിയത്തില്ല. കാണുന്നതെല്ലാം സ്വന്തമാക്കണം എന്നുള്ള ചിന്തയാണ് കണ്ണിന്റെ സ്വന്തം. കണ്ണിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. കാണുന്നെല്ലാം സുന്ദരം, കാണുന്നെല്ലാം സ്വന്തമാക്കണം. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ അവ കളയുകയാണ് ഇതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. എന്നിട്ടും അവന് തൃപ്തി. കണ്ണൊരിക്കലും തൃപ്തിയാകുന്ന അവയവമല്ല. കണ്ണിന് തൃപ്തിയാകണമെങ്കിൽ കണ്ണിനൊറ്റ സംഭവമുള്ളൂ. ഈ കണ്ണ് ആരെ കാണും അറിയാവോ? പറഞ്ഞേ, ദൈവത്തെ കണ്ടാൽ മാത്രമേ ഇതിന്റെ തൃപ്തിയാവുള്ളൂ. വേറെ എന്ത് കണ്ടാലും ഈ കണ്ണിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. കണ്ണിന്റെ ബന്ധനമാണ്, ആഗ്രഹങ്ങളുടെ ബന്ധനം. കണ്ണിലൂടെ അങ്ങ് പോവുകയാണ്. സ്തുതിക്കട്ടെ. പോരാ, ഒറ്റ വിളി, ഈശോയേ, 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 ഈശോയേ വിളിച്ചു. യേശുവേ നന്ദി.
ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരം എടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കൈകൾ അടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ 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 പോരാ. കരങ്ങൾ ഉയർത്തി അടിച്ച്. അറിയിപ്പിനിടയ്ക്ക് ഷേർലി മാത്യു, ശ്രദ്ധിച്ചേക്കണം, ഷേർലി മാത്യു മുളക്കത്തറ പിറവിത്താനം പ്രിസ്ലോഷ് ഇന്നയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഓഫീസിലേക്ക് പോകണമെന്ന് ചെല്ലണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രിസ്ലോഷ് സ്ഥലപ്പെടുത്തി പറയും ഹല്ലേലൂയ, യേശുവേ നന്ദി. രണ്ട് കരം എടുത്ത് പറയും ഹല്ലേലൂയ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. കട്ടഴിയട്ടെ ബന്ധനഴിയട്ടെ കട്ടഴിയട്ടെ ബന്ധനഴിയട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ 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 പോരാ. സകല കെട്ടുകളും ഒറ്റ വിളി, ഈശോയേ 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 ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ട മക്കൾ, ദൈവം നോക്കും. ശ്രദ്ധിക്കാൻ അച്ഛൻ പറഞ്ഞ്, ദൈവം നോക്കും നിങ്ങളുടെ ആത്മാവിനെ മാത്രം. ആത്മാവ് ഹോളിയാക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ, നിങ്ങൾ പലതരത്തിൽ നമ്മൾ തന്നെ വലിയവരാക്കാൻ നോക്കുമ്പോൾ ദൈവം നോക്കും നമ്മുടെ ആത്മാവിനെ ഹോളിയാക്കാനാണ്, വിശുദ്ധീകരിക്കാനാണ്. അപ്പോൾ അതിനു വേണ്ടി ദൈവം നമുക്ക് സഹനങ്ങൾ തരും. അതിനുവേണ്ടി ദൈവം നമുക്ക് എന്ത് തരും? അതുകൊണ്ട് സഹനം തരും. നമ്മൾ വേണ്ട എന്ന് പറയുമ്പോഴും സഹനം തരും. ഒരമ്മ കുഞ്ഞിനായിട്ട് ആശുപത്രി ചെല്ലുന്നു, ഗൗരവമേറിയ രോഗം. ഡോക്ടർ പറഞ്ഞു, അമ്മേ കൊച്ചിനൊരു ഇഞ്ചക്ഷൻ കൊടുത്തോട്ടെ. ഇപ്പൊ കുട്ടി കരയുക, ആവിട്ട് കരയുക. എത്ര കരഞ്ഞാലും അമ്മ അനുവദിക്കും, അവൻ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറയും. അമ്മയുടെ ലക്ഷ്യം എന്താണ്? കുഞ്ഞിന്റെ രോഗം മാറണം. ആ സമയത്ത് കുഞ്ഞിന്റെ കണ്ണുനീര് അമ്മ ശ്രദ്ധിക്കില്ല. കുഞ്ഞ് ശപിച്ചാ പോലും അമ്മ ശ്രദ്ധിക്കുവോ? ഒന്നുമില്ല. കുഞ്ഞു വഴക്കിട്ടാ പോലും, എനിക്ക് അമ്മയെ വേണ്ടെന്ന് പറഞ്ഞാലും അമ്മ അവന് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറയും. അവനെ ഓപ്പറേഷൻ നടത്താൻ പറയും. അവനെന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ചിലപ്പോൾ വേണ്ട, ഞാൻ പള്ളി പോകില്ല, കുമ്പസാരിക്കില്ല, കുർബാന സ്വീകരിക്കില്ല, കൊച്ചു പിള്ളേർ കളിക്കുന്ന പോലെ തകർച്ചയുടെ നടുവിൽ നമ്മൾ ബഹളം വെക്കുമ്പോഴും ദൈവം ആ തകർച്ച, ആ മരുന്ന് നമുക്ക് തരിക, നമ്മുടെ ആത്മാവിനെ അവനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. എനിക്ക് പറ്റില്ല തമ്പുരാനെ എന്ന് വാവിട്ട് കരയും. ചില കുഞ്ഞ് കരയും, അതിന് കരച്ച് കാണുമ്പോൾ അമ്മയും കരയും. പക്ഷേ ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറയില്ല. ഇവന്റെ കരച്ചില്, ഇവളുടെ കരച്ചിൽ കാണുമ്പോൾ അമ്മയും കൂട്ടക്കരച്ചിൽ നടത്തും. പക്ഷേ ഇഞ്ചക്ഷൻ കൊടുത്തേ പറ്റൂ, ഓപ്പറേഷൻ കൊടുത്തേ പറ്റൂ. ഇതാണ് നമ്മുടെ ദൈവം. ചില സമയം ദൈവം അങ്ങനെയാ. നമുക്കിഷ്ടമില്ലാത്തത് നമ്മളോട് കഴിക്കാൻ പറയും. നമുക്ക് വേണ്ടെന്ന് നമ്മൾ തുപ്പുന്നത് തന്നെ എടുത്ത് വായിത്തരും. കുഞ്ഞു മരുന്ന് തുപ്പും, അമ്മ അകത്ത് കയറ്റും. വീണ്ടും തുപ്പും, വീണ്ടും അകത്ത് കയറ്റും. അങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് വെക്കും. അങ്ങോട്ട് അട്ടിയ ഭയങ്കര ബഹളമായിരിക്കും. എന്ത് കാണിച്ചാലും അമ്മ കരഞ്ഞുകൊണ്ട് കൊടുക്കും. നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും. അപ്പം പറയും, അമ്മയുടെ കൂടെ നടന്നിട്ട് അമ്മ എന്നോട് ഇതാണല്ലോ ചെയ്തത്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നിനക്കറിയില്ല ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന്. അതാണ് പത്രോസോട് പറഞ്ഞത്. പത്രോസോട് പറഞ്ഞു, കർത്താവിൻ്റെ പാദം കഴുകാൻ, കർത്താവിൻ്റെ പാദം കഴുകാൻ, എന്നെ കഴുകാൻ. അപ്പം പറഞ്ഞു, പത്രോസേ ഞാനെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല, പിന്നീട് മനസ്സിലാവും. ഇപ്പം ഇതൊന്നും മനസ്സിലാകില്ല. ദൈവം നമ്മെ കഴുകുന്ന കർമ്മങ്ങൾ അതിപ്പം നമുക്ക് മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ വലിയ അഗ്നിയിലൂടെ വിടും. തകർച്ച, സാമ്പത്തിക തകർച്ച, രോഗങ്ങള്, ദുരിതങ്ങള്, ദുരന്തങ്ങളൊക്കെ ദൈവം അനുവദിക്കുമ്പോൾ ആ ശിക്ഷിക്കുന്ന ദൈവം അല്ല, സ്നേഹിക്കുന്ന ദൈവം. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി, നമ്മുടെ ആത്മാവിനെ നിർമ്മലാക്കാൻ വേണ്ടി, പളുങ്കുപോലെ നിർമ്മലാക്കാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി. അതുകൊണ്ട് ചില അമ്മമാരൊക്കെ മാസങ്ങളും വർഷങ്ങളും കിടന്നിങ്ങനെ മരിക്കുമ്പോൾ ഞാൻ പറയും, ആളുകൾ പറയും നല്ലതാ ഇത്. കിടന്ന് മരിക്കും നല്ലതാ, നരകിച്ച് മരിക്കും നല്ലതാ, ശരീരമൊക്കെ പൊട്ടിക്കേറി. എന്നിട്ട് എന്താ ദൈവം ആത്മാവിനെ എടുക്കാത്തത്? അത് ചിരണ്ട് കഴിയട്ടെ. ഏതോ മുഴുവൻ ഈ ഭൂമി കൊണ്ട് തന്നെ ആ അമ്മയുടെ ശുദ്ധീകരണ സ്ഥലം അവസാനിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകും.
ഈ ഭൂമി കൊണ്ട് തന്നെ അമ്മയുടെ അപ്പൻ്റെ ശുദ്ധീകരണം പൂർത്തിയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണം വരരുതേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറ അല്ലേ. കാരണം പെട്ടെന്നുള്ള മരണം വന്നാൽ ഈ ഭൂമിയിൽ നമ്മുടെ ശുദ്ധീകരണം നടക്കുകയില്ല. പിന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ഈ പെട്ടെന്നുള്ള മരണം വരുമ്പോൾ കുമ്പസാരമില്ല, മാരക പാപത്തില് ജീവിച്ചിരിക്കേ ആണ് മരണമെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ആത്മാവ് നശിച്ചു പോവാം, നിത്യ നരകത്തിലേക്ക് പോവാം. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണത്തിൽ രക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നത്. യൂദന്മാരുടെ രാജാവായ ഇസ്രായേൽക്കാരൻ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം ഇത്. അത് വലിയൊരു രഹസ്യം. അതുകൊണ്ട് കിടന്നു മരിക്കുന്നു, സഹനത്തിൽ കിടന്നു മരിക്കുന്നു, മാസങ്ങളോളം കിടന്ന് നരകിച്ച് മരിക്കുന്നു, ആ മുഴുവൻ കുമ്പസാരിച്ച് ഒരുങ്ങി പീഡ. അത് ശുദ്ധീകരണം നടക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹമായിട്ടും അതിനെ കാണണമെന്നാണ് സഭയുടെ നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് തെസ്സലോനിക്ക 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട വിദേശ രാജ്യങ്ങൾ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ദൈവജനം ചെന്നിട്ട് തകർച്ചകൾ കൂടുന്നു, പ്രശ്നങ്ങൾ കൂടുന്നു, വേദന കൂടുന്നു. അതിൻ്റെ കാരണം പാപം വരുമ്പോൾ കുമ്പസാരിക്കുന്നതിന് പാപ കടം കയറി നിൽക്കുക. പക്ഷെ ഇവരെല്ലാം ഈശോയെ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളുടെ ആത്മാവ് നശിച്ചു പോകരുത് എന്നിവർ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന ഈ സഹനം മുഴുവൻ ദൈവം അനുവദിക്കുന്നതാ. ആരും അറിയണ്ട, ദൈവം അറിയുന്നില്ല എന്ന് ആരും പറയരുത്. ഈ ലോകത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തെ അറിയാതെ ഒന്നും സംഭവിക്കില്ല. രോഗങ്ങളാകാം, തകർച്ചയാകാം, മക്കളുടെ നഷ്ടമാകാം, നാട് വിട്ടുപോകുന്ന കാര്യങ്ങളാകാം, ദുരന്തങ്ങളാകാം, വിവാഹ പ്രശ്നങ്ങളാകാം, തകർച്ചകളാകാം, ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട്. എല്ലാം ദൈവം നമ്മുടെ ആത്മരക്ഷയ്ക്കായിട്ട് മാറ്റിയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധർ പറയും, ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം സഹനങ്ങൾ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം എന്ത് കൊടുക്കുന്നു പറഞ്ഞേ? സഹനം കൊടുത്തില്ലെങ്കിൽ നമ്മൾ പാപത്തിനടിമകളായി പോകും. പ്രൈസ് ദി ലോർഡ്. സഹനം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നശിച്ചു. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ കാൽവരി ബലിയുടെ ലക്ഷ്യം നമ്മളെ ഡോക്ടറാക്കാനോ എഞ്ചിനീയറാക്കാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വലിയ ബിസിനസ്സുകാരനാക്കാൻ വേണ്ടിയല്ല യേശു ക്രിസ്തു കാൽവരിയും മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏക്കറണക്കിന് പ്രോപ്പർട്ടി മേടിക്കാനുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയല്ല യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. നമ്മുടെ കൊച്ചിനെ സയന്റിസ്റ്റ് ആക്കാൻ വേണ്ടിയല്ല യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ പേരും പെരുമയെടുക്കാൻ വേണ്ടിയല്ല ആ കുരിശ് മരണം. അത് പാപപരിഹാര ബലിയാണത്. പാപപരിഹാര ബലിയാണത്. അതിന്റെ ലക്ഷ്യം ഒരുവന്റെ ആത്മ രക്ഷ മാത്രമാണ്. അതുകൊണ്ട് വേദന വേണ്ട, സഹനം വേണ്ട, കുരിശ് വേണ്ട എന്ന് രാവും പകൽ നമ്മൾ കരയുമ്പോഴും വേണമെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് മാറ്റി വെക്കും. പ്രൈസ് ദി ലോർഡ്. ചില ഡോക്ടർ ഭയങ്കര കരച്ചിലാണ്, ഇച്ചിരി കഴിഞ്ഞിട്ട് കുത്തിവെക്കാം അല്ലേ. പ്രൈസ് ദി ലോർഡ്. ഒരാശ്വാസം കൊടുത്തിട്ട് സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഒരു അരമണിക്കൂർ കണ്ട് വീണ്ടും കുത്തിവെക്കും. പ്രൈസ് ദി ലോർഡ്. അത് മാറില്ല കേട്ടോ. യേശുവേ നന്ദി. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ പ്രൈസ് ദി ലോർഡ്. സഹനത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ പോകേണ്ടി വരും. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമുക്ക് പാപം ചെയ്യാൻ സുഖമാണ്, പക്ഷെ പാപത്തിൻ്റെ ഒരു പരിണിത ഫലം വഹിക്കാൻ അത്ര എളുപ്പമല്ല. ആ സമയത്ത് പാപം ചെയ്യുന്നിടത്തൊരു കുഴപ്പം, പാപത്തിൻ്റെ അതുകൊണ്ട് ഏതൊരു മേഖലയും അത് ശ്രദ്ധിച്ചോണം. നമുക്കൊരു നിമിഷം എഴുന്നേൽക്കാം. വലിയൊരു വിടുതൽ ഇപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് കർത്താവ് തന്നുകൊണ്ടിരിക്കുക. ഈ വചനത്തിൻ്റെ ശക്തി ആഞ്ഞിറങ്ങുന്നു ഹൃദയത്തിലോട്ട്. അനേക മക്കളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്നു. മാനസാന്തരപ്പെട്ടോണം. അതുകൊണ്ട് യഥാർത്ഥമായ പശ്ചാത്താപത്തോടെ അനുതാപത്തോടുള്ളൊരു കുമ്പസാരം നടക്കണം, അല്ലെ പ്രാർത്ഥന നടക്കണം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് എല്ലാ മക്കളും എന്നിട്ട് 2 കരങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ യേശുവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കണ്ണുകളടച്ച് യേശുവേ എന്നെ കഴുകണം, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചോണം. യേശുവേ 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 ആരാധന. എന്നെ കരുതുന്ന വിധങ്ങളോർത്ത നന്ദിയാലുള്ള നിറഞ്ഞിടുന്നേ. എന്നെ നടത്തുന്ന വഴികളോർത്ത ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുവേ. എന്നെ കരുതുന്ന വിധങ്ങളോർത്ത നന്ദിയാലുള്ള നിറഞ്ഞിടുന്നേ. എന്നെ നടത്തുന്ന വഴികളോർത്ത ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. കരങ്ങളുയർത്തി ഈശോയേ ഈശോയേ ആരാധന ആരാധന. ഉച്ചത്തിൽ കരങ്ങളുയർത്തി ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പാപക്കുഴിയിൽ ഞാൻ താണിടാതെ പാദമുറപ്പുള്ള പാറമേൽ നിർത്തി. പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടുസ്തുതികളന്നേശുവിന്. പാപക്കുഴിയിൽ ഞാൻ താണിടാതെ പാദമുറപ്പുള്ള പാറമേൽ നിർത്തി. പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടുസ്തുതികളന്നേശുവിന്. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. കൈകളടിച്ച് പാടാം എല്ലാവരും. ഉള്ളം തകർന്നിടും വേളയിലൻ ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു. തെല്ലും ഭയം വേണ്ട എൻ മകനെ, എല്ലാ നാളും
ചൊല്ലിടുന്നു. തെല്ലും ഭയം വേണ്ട എൻ മകനെ, എല്ലാ നാളും ഞാൻ കൂടെയുണ്ട്. കൈകൾ ഉയർത്തി. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. കൈകൾ ഉയർത്തി കടിച്ച് പാപക്കുഴിയിൽ ഞാൻ താണിടാതെ പാദമുറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാട് സ്തുതികളെന്നേശുവിന്. പാപക്കുഴിയിൽ ഞാൻ താണിടാതെ പാദമുറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാട് സ്തുതികളെന്നേശുവിന്. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ആയുസ്സിൻ നാളെല്ലാം സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. കൈകളടിച്ച് ആരാധന 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 നന്ദി കർത്താവേ. സഹനങ്ങളെ ഓർത്ത് പോരാ. കൈകൾ ഉയർത്തി കേട്ടു. ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. ദൈവമേ യേശു പോരാ. ആരാധന 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 ആരാധന
ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ജീസസ് പോരാ ഹല്ലേലൂയ യേശുവേ പവർ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കൈകൾ ഉയർത്തി കൈയടിക്കണം എല്ലാവരും പോരാ പവർ പവർ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കരങ്ങൾ ഉയർത്തി ഈശോയേ ഒറ്റ വിളിശോയേ സ്തുതിക്കുന്നു കണ്ണുകളടച്ച് കൈകൾ ഹൃദയത്തോട് ചേർത്ത് ഈശോയ്ക്ക് നന്ദി പറയാൻ വലിയ കൃപ കൊടുക്കുന്ന സമയമാണത്. അഭിഷേക പ്രാർത്ഥന നടത്തുകയാണ് സമയത്ത് എല്ലാ വേദനകളും ദുഃഖങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ കാണുക, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കണ്ണുകളിലൂടെ നോക്കാതെ, നിങ്ങളുടെ ചിന്തകളിലൂടെ നോക്കാതെ, ദൈവത്തിൻ്റെ ചിന്തകളിലൂടെയും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുക. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാനതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുവോ, വേദനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീർ
പനിനീർപ്പുവോ വേദനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, സാന്നിധ്യം മതി. കരങ്ങളുയർത്തി ഈശോയേ വിളിക്കട്ടെ ഉച്ചത്തില്. ഉച്ചത്തില് ഈശോയേ കരങ്ങൾ ഉയർത്തി പിടിക്കുന്നു, കൈകൾ ഉയർത്തി പിടിക്കുന്നു. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കി എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുവോ വേദനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. ഒറ്റ വിളിച്ചോയേ ഉലയിലൊഴുകുമ്പോൾ സ്വർണത്തിൻ സ്വപ്നം ഇനി എന്നെ വെള്ളത്തിൽ മുക്കുമെന്ന്. ഉലയിലൊഴുകുമ്പോൾ സ്വർണത്തിൻ സ്വപ്നം ഇനി എന്നെ വെള്ളത്തിൽ മുക്കുമെന്ന്. ഉലകത്തിലൊതുങ്ങാത്ത ചിതയിൽ നീറുന്നു മനുജന്റെ സ്വപ്നം ഒരു മരീചികയോ. നൽകേണമേ നിന്റെ സഹനയാഗത്തിൻ സർവം സഹിക്കുന്നു മൗനശക്തി. നൽകേണമേ നിന്റെ സഹനയാഗത്തിൻ സർവം സഹിക്കുന്ന മൗനശക്തി. വഞ്ചകനെന്ന് വിളിച്ചെന്റെ നെഞ്ചകം ഇന്നും തുടിക്കുന്നു പ്രിയ സോദരർക്കായി. ഇന്നിപ്പോഴവരോട് ക്ഷമിക്കാൻ ഞാൻ വെറും
മനുജനല്ലേ ദൈവകൃപ തരണേ. ആത്മനികേതനം അറിയുമെൻ ദൈവമേ, കാണണേ കണ്ണീർ സത്യസാക്ഷി. ആത്മനികേതനം അറിയുമെൻ ദൈവമേ, കാണണേ കണ്ണീരിൻ സത്യസാക്ഷ്യം. കരങ്ങൾ ഉയർത്തിശോയേ. അടിയട്ടെ 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 അടിയട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണിലടച്ച് എല്ലാ വേദനകളും ഒരുക്കി കൊടുത്ത് സമർപ്പിച്ച് എല്ലാം കൊടുത്തേ. സങ്കടങ്ങളെല്ലാം എല്ലാ കണ്ണുനീരും കൊടുത്തേ. ഉലയിലുരുകുമ്പോൾ സ്വർണത്തിൻ സ്വപ്നം ഇനി എന്നെ വെള്ളത്തിൽ മുക്കുമെന്ന്, ഉലകത്തിലൊതുങ്ങാത്ത ചിതയിൽ നീറുന്നു മനുജന്റെ സ്വപ്നം മരീചികയോ. നൽകേണമേ നിന്റെ സഹനയാഗത്യം, സർവം സഹിക്കുന്ന മൗനശക്തി. നൽകേണമേ നിന്റെ സഹനയാഗത്തിൻ, സർവം സഹിക്കുന്ന മൗനശക്തി. കരങ്ങളുയർത്തി ഒറ്റ വിളിച്ചോയേ. ശക്തി കൊടുക്കണപ്പാ. വിശുദ്ധീകരിക്കുന്ന സഹനമല്ല സ്വീകരിക്കാനിന്ന് കൃപ നൽകണേ. എന്നെ വിശുദ്ധീകരിക്കുന്ന സഹനമല്ല സ്വീകരിക്കാൻ കൃപ നൽകണേ. എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ ദൈവം തരുന്ന സഹനങ്ങളെല്ലാം സ്വീകരിക്കാനിന്ന് കൃപ നൽകണേ. ശാന്തമായിട്ട് ഒരു നിമിഷം ഇരിക്കുന്നു. ശാന്തമായിട്ട് സന്തോഷത്തോടെ